പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. നാളെ രാത്രി 11:59 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അതായത് 11:50 വരെയൊക്കെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ തന്നെ ഈ ഒരു അപേക്ഷ, അതായത് നാളെ രാത്രി 11:50 മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ അപേക്ഷയൊക്കെ സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റ് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് നിലവിൽ വെബ്സൈറ്റിൽ അത് സൂചിപ്പിച്ചിട്ടില്ല. എന്നാൽ ഈ ഒരു രജിസ്ട്രേഷൻ്റെ ആ ഒരു ഡേറ്റ് ചില സമയത്ത് നീട്ടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അറിയിപ്പുകളൊന്നും വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു കേരളത്തിലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വിദ്യാർത്ഥികൾ ഈ ഒരു കീമിൻ്റെ ആ ഒരു മെഡിക്കൽ കോഴ്സ് കൂടി സെലക്ട് ചെയ്യണം. അതുകൂടാതെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു നീറ്റ് UG 2025 പരീക്ഷ ക്വാളിഫൈ ആവേണ്ടതും ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇതുവരെ നീറ്റ് UG 2025 പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ നാളെ തന്നെ അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു നിങ്ങൾക്ക് MBBS, BDS, അതുപോലെ തന്നെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, വെറ്റിനറി, അതുപോലെ തന്നെ BTech ബയോടെക്നോളജി, അതുപോലെയുള്ള വിവിധ മെഡിക്കൽ ആൻഡ് അനുബന്ധ കോഴ്സുകൾ, അതുപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസസ്, ഇതുപോലുള്ള വിവിധ കോഴ്സുകളിലൊക്കെയുള്ള പ്രവേശനത്തിനായിട്ട് നീറ്റ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കാറില്ല. നീറ്റ് ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അതുവഴിയാണ് നിങ്ങൾക്ക് ഈ ഒരു കേരളത്തിലെ മെഡിക്കൽ കോഴ്സിന്, അതായത് കേരളത്തിലെ കീമിൻ്റെ ആ ഒരു മെഡിക്കൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നീറ്റ് ക്വാളിഫൈ ആയെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കേരളത്തിൽ കിട്ടുള്ളൂ. കാരണം മുൻ വർഷങ്ങളിൽ കീമിൻ്റേത് ഈ ഒരു മെഡിക്കൽ കോഴ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും എന്നാൽ പല വിദ്യാർത്ഥികളും എന്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നീറ്റിൽ നിങ്ങൾ ക്വാളിഫൈ ആയ ശേഷം, അതുപോലെ തന്നെ ഇപ്പോഴുള്ള കീമിൻ്റെ രജിസ്ട്രേഷൻ മാർച്ച് 10 വരെയാണ്. അപ്പോൾ മാർച്ച് 10 തന്നെ ഈ ഒരു കീമിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കണം. പിന്നീട് നീറ്റിൻ്റെ റിസൾട്ട് വന്ന ശേഷം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതുപോലെ അതിൻ്റെ റാങ്ക് എത്രയാണ് എന്നുള്ളത് കീമിൻ്റെ വെബ്സൈറ്റിൽ പിന്നീട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ നാളെ തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാളെ +2ൻ്റെ ബയോളജി പരീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചില സമയത്ത് ഡേറ്റ് കുറച്ച് നീട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു മെഡിക്കൽ ആൻഡ് അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായിട്ട് കേരളത്തിലെ കീമിൻ്റെ രജിസ്ട്രേഷനിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് അപേക്ഷ സമർപ്പിക്കുകയും അതുപോലെ എഞ്ചിനീയറിങ്ങോ ആർക്കിടെക്ചറോ അതുപോലെ ഫാർമസി ഒക്കെ വേണമെങ്കിൽ അതുകൂടി സെലക്ട് ചെയ്ത് ആ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടി നൽകിയ ശേഷം നിങ്ങളുടെ കീമിൻ്റെ അപേക്ഷ നൽകുകയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ നീറ്റ് ക്വാളിഫൈ ആവേണ്ടതായിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ഈ ഒരു കേരളത്തിലെ മെഡിക്കൽ ആൻഡ് അലൈഡ് എന്നുള്ള ആ ഒരു കോഴ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും എന്നാൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത്, അതായത് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് കീമി രജിസ്ട്രേഷൻ കൂടാതെ തന്നെ നീറ്റ് ക്വാളിഫൈ ആവേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീറ്റിന് അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിലവിൽ നാളെ രാത്രി 11:50 PM വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാനുള്ള അവസരമായിട്ട് നൽകിയിട്ടുള്ളത്. ചില സമയത്ത് ഈ ഒരു ഡേറ്റ് ചിലപ്പോൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അത് പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അപേക്ഷ നൽകുന്നവർ നാളെ തന്നെ രാത്രിക്കുള്ളിലായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.